നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ ടിസ്റ്റുമായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന് കൈമാറിയ റിപ്പോർട്ടിൽ ഇടതുപക്ഷം അട്ടിമറി വിജയം നേടുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ, അതായത് ഇനി കേവലം ഒരാഴ്ച മാത്രം തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ ഇപ്പോഴത്തെ മണ്ഡലത്തിലെ അവസ്ഥ വെച്ചിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയിരിക്കുന്ന വിവരം ഇടതുപക്ഷം 1000-ൽ പര വോട്ടുകൾക്ക് വിജയിച്ച് കയറാനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രചരണങ്ങളും മറ്റ് കോലാഹലങ്ങൾക്കും ഒടുവിൽ ഇനിയും സാധ്യതകൾ മാറി മറിഞ്ഞേക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 13 വർഷമായി UDF കയ്യിൽ വെച്ചിരിക്കുന്ന മണ്ഡലം ഇടതുപക്ഷം അട്ടിമറിയിലൂടെ വിജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനവും സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്ന സ്വീകാര്യതയും എല്ലാം പരിശോധിച്ചുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഇടതുപക്ഷം നിലവിൽ വിജയിക്കുമെന്നും UDF 2ാം സ്ഥാനത്ത് വരുമെന്നാണ് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ ഈ സരിൻ മത്സരരംഗത്തേക്ക് വരുമ്പോൾ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പെട്ടെന്ന് ഇടതുപക്ഷത്തേക്ക് വന്ന് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ അവിടെ ജനവികാരം ഉണ്ടാകും, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ UDF-നകത്തുണ്ടായ പടലപ്പിണക്കം, BJP-ക്കകത്തുണ്ടായ പൊട്ടിത്തെറി, പിന്നെ തുടർച്ചയായിട്ട് വന്ന പല വിവാദങ്ങൾ, അത് കള്ളപ്പണ ആരോപണമായിക്കോട്ടെ, സ്പിരിറ്റ് ആരോപണങ്ങളായിക്കോട്ടെ, ഇത്തരം ആരോപണങ്ങൾ നിലവിൽ പ്രചരണ രംഗത്ത് BJP NDA സഖ്യത്തെയും കോൺഗ്രസ് UDF സഖ്യത്തെയും മങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്, നിഷ്പ്രഭമാക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പ്രചരണ മേഖലയിൽ സരിൻ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാർക്കിടയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രചരണത്തിലെ ചടുലത കൊണ്ട് വലിയ സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന പോരാട്ടത്തിൽ ഇടതുപക്ഷം അട്ടിമറി വിജയം നേടുമെന്ന് സൂചന നൽകുമ്പോൾ 2ാം വട്ടിയൂർക്കാവാകുമോ പാലക്കാട് എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. നേരത്തെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെ ചേലക്കരയിലും വയനാടിലും മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നിലവിലെ സ്ഥിതി പോലെ തന്നെ ചേലക്കരയിൽ ഇടതുപക്ഷം വിജയിക്കും, വയനാട് കോൺഗ്രസ് വിജയിക്കുമെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. എന്തായാലും മത്സരരംഗം എടുത്ത് പരിശോധിക്കുമ്പോൾ ചൂടേറിയ പോരാട്ടമാണ് ചേലക്കരയിലും പാലക്കാടും നടന്നത്. പാലക്കാട് നോക്കുകയാണെങ്കിൽ വിവാദങ്ങളിൽപ്പെട്ടും പാർട്ടിക്കകത്തെ പടലപ്പിണക്കങ്ങൾ കൊണ്ടും പാർട്ടിക്കകത്തെ പൊട്ടിത്തെറികൾ കൊണ്ടും ഇരു മുന്നണികൾ, അതായത് BJP NDA സഖ്യവും UDF കോൺഗ്രസ് സഖ്യവും വല്ലാതെ ഉഴറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ നിന്ന് അതിജീവിക്കാൻ അവർ ഏറെ ബുദ്ധിമുട്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ NDA സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സന്ദീപ് ജി വാര്യയുടെ അപ്രതീക്ഷിത റിബൽ നയവും ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദവും ഇതെല്ലാം NDA ക്യാമ്പിനും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് 13ഓളം കൗൺസിലർമാർ BJP-യുടെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതും അവിടെ ഈ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കം വളരെ ശക്തമാണെന്നും അതിന്റെ പേരിൽ കൃത്യമായിട്ടുള്ള കാലുവാരൽ നടക്കുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുന്നോടിയായിട്ട് നടത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പാലക്കാട് ചുവപ്പ് വസന്തത്തിന്റെ സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട്. നേരത്തെ 3ാം സ്ഥാനത്തായിരുന്ന മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി, പ്രത്യേകിച്ച് UDF-ന്റെയും BJP-യുടെയും ക്യാമ്പുകളിൽ നിന്ന് വോട്ട് അടർത്തിയെടുക്കാൻ ശേഷിയുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ് സരിൻ എന്ന് പ്രചരണ രംഗത്തെ മികവ് കൊണ്ടുകൂടി അദ്ദേഹം തെളിയിച്ചതോടെ പാലക്കാട് ഇക്കുറി അങ്ങനെ പ്രവചനാതീതമായി മാറിയിരിക്കുകയാണ്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ ഫലം മാറി മറിയാമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷം അവിടെ ഒരു എഡ്ജ് ഉണ്ടാക്കിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്ത് സംഭവിക്കാമെന്നുള്ള അവസ്ഥയുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ BJP 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി വരികയാണ്. പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങളും കാലുവാരലുകളും BJP ഈ സമാനതകളില്ലാത്ത രീതിയിലുള്ള തകർച്ച നേരിടാൻ അവസരമുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റിന് അവസരമുണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതെന്ന് വളരെ ശക്തമായി പറയേണ്ടി വരികയാണ്.